ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റമദാൻ ആകുമ്പോ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുന്ന മഹാന ആര്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഹദീസിന്റെ മജ്ലിസും അഹ്ലുൽ ഇൽമുമായി മുതഅല്ലിമീങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലും ഉപേക്ഷിച്ച് ബഹുമാനപ്പെട്ടവർ യുഖ്ബിലു അലാ തിലാവത്തിൽ ഖുർആൻ, ഖുർആൻ ഓതാൻ വേണ്ടി മാറി നിൽക്കുമായിരുന്നു മഹാനായ അനസ് ഇബ്നു മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു. ഇങ്ങനെ ഖുർആൻ ഹദീസ് പഠിപ്പിക്കുക എന്ന വലിയൊരു കർമ്മം പോലും അതുപോലും നിർത്തിവെച്ചിട്ട് ഖുർആൻ ഓതാൻ നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹറാമുകളും അനാവശ്യങ്ങളും ഉപേക്ഷിക്കുന്നതിനെ പറ്റി എന്താ പറയാ? അള്ളാഹുവിന് പുണ്യമുള്ളതും ഇൽമു പഠിപ്പിച്ചു കൊടുക്കലാണ്. അതുപോലും റമദാനിൽ ഞാൻ എനിക്ക് വേണ്ടി അമൽ ചെയ്യാൻ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു, ഞാൻ ചെറിയൊരു അപേക്ഷ പറയാണ്, 27 രാവിലൊന്നും വേള വെക്കണ്ട ദയവ് ചെയ്തിട്ട്. 27 രാവിന്റെ മുമ്പ് വേള വെച്ചോളൂ, അല്ലെങ്കിൽ റമദാനിന്റെ ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള ദിവസങ്ങളിലൊന്നും വേള വെക്കണ്ട. അന്ന് വേള വെച്ച് ഈ കൊല്ലം മുഴുവൻ കേട്ട വേള പ്രാക്ടീസ് ചെയ്യേണ്ട ദിവസങ്ങളാണ് അതൊക്കെ. അന്നും വൈകുന്നേരമാവോളം സുബയാവോളം വേള പറഞ്ഞ് നീച്ചു പോകാനല്ല. നിങ്ങളൊന്ന് സ്വതക്ക ചെയ്തോ, അന്ന് ഖുർആൻ ഓതിക്കോളൂ, ഒരുമിച്ച് സ്വലാത്ത് ചൊല്ലിക്കോളൂ, തസ്ബീഹ് നിസ്കരിച്ചോളൂ, ഖിയാമുൽ ലൈലാവട്ടെ, ഇബാദത്തുകളാവട്ടെ, ഏതാനും ചില ഇൽമു പഠിക്കാനുള്ള കുറച്ച് ഹദീസുകൾ പറഞ്ഞു മതി എന്നല്ലാതെ നേരം വെളുക്കോളം വേള് വിശുദ്ധ റമദാൻ അമലിന് വേണ്ടി മാറ്റിവെച്ചിരുന്നു മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു. നമ്മൾ അന്നും വേള പറയിപ്പിക്കും. ഇതൊക്കെയാണ് അവസ്ഥകൾ. അപ്പൊ എന്ത് ചെയ്യുക? റമദാൻ ഇബാദത്തിന്റെ സമയമാണ്. വേളക്ക് അതിന് മുമ്പൊക്കെ മനസ്സിലാക്കി വെക്കുക. റമദാന്റെ മുമ്പ് റമദാന്റെ ഇടയിലൊക്കെ അതിനൊക്കെ മനസ്സിലാക്കി വെക്കുക. അത് പ്രാക്ടീസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ സുഫിയാൻ അസ്-സൗരി റളിയല്ലാഹു അൻഹു ഇദാ ദഖല റമളാൻ തറക ജമീഅൽ ഇബാദഹ വഅഖബല അലാ ഖിറാഅത്തിൽ ഖുർആൻ. മഹാനായ അല്ലാമ സുഫിയാൻ അസ്-സൗരി തങ്ങൾ എല്ലാ ഇബാദത്തും വഅദും വറുദിയൊക്കെ മാറ്റി വെച്ചിട്ട് ഖുർആൻ ഓതാൻ വേണ്ടി മാറി നിൽക്കുമായിരുന്നു സുഫിയാൻ അസ്-സൗരി റളിയല്ലാഹു തആല. ഇബ്രാഹിം നബി അയ്യൂബ് ബഹുമാനപ്പെട്ടവർ ഉദ്ധരിക്കുക, മുഹമ്മദ് ഇബ്നു അംർ അൽ-ഗസി റഹ്മത്തുള്ളാഹി അലൈഹി യഅകുലു ഫീ ശഹ്രി റമളാൻ അക്ലതൈൻ. രണ്ട് നേരത്തെ വളരെ ലഘുവായ ഭക്ഷണമല്ലാതെ മറ്റൊന്നും മഹാനായ മുഹമ്മദ് ഇബ്നു അംർ തങ്ങൾ കഴിക്കുമായിരുന്നില്ല. അപ്പോ ഇൻഷാ അല്ലാഹ് ഈ സമയം ഉപയോഗപ്പെടുത്തുക. ഇദാഅത്തുൽ വഖ്തി അശദ്ദു മിനൽ മൗത്ത്. സമയം നഷ്ടപ്പെടുത്തുന്നത് മരണത്തെക്കാളും ഗൗരവമാണ്. കാരണം മരിച്ചുപോയാൽ ഈ ദുനിയാവുമായി വേർപെടുന്നു എന്നേ ഉള്ളൂ. സമയം നഷ്ടപ്പെടുത്തിയാൽ നാം അള്ളാഹുവിൽ നിന്ന് മുറിയപ്പെടുകയാണ്. അതുണ്ടാവരുത്. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങുക. അള്ളാഹുവിന്റെ നഫഹാത്തുകളും റഹ്മാത്തുകളും വാങ്ങി വിശുദ്ധ ലൈലത്തുൽ ഖദറുമായി സന്ധിച്ച് പരിശുദ്ധമായ ബദരീങ്ങളുടെ ആണ്ട് വരുന്ന ദിവസമുണ്ടതില് വിശുദ്ധ ഖുർആനിന്റെ അവതരണം നടന്ന റമളാൻ 24-നാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത്. നിങ്ങൾക്ക് ഓർമ്മ വേണം. റമളാൻ 24-ന് റമളാനിന്റെ ലൈലത്തുൽ ഖദറിലാണ് ഖുർആൻ 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് 1-ാം ആകാശത്തെ ബൈത്തുൽ ഇസ്സയിലേക്ക് ഇറങ്ങിയത്. അത് ഒന്നാകെ ഒരുമിച്ച് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തെ ബൈത്തുൽ ഇസ്സ എന്ന അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് മസ്ജിദിലേക്ക് ഇറങ്ങിയതാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഹിറാ ഗുഹയിലേക്ക് ഖുർആൻ ഇറങ്ങിയത് റമളാൻ 24-നാണെന്നാണ്. അപ്പോ അതുമാത്രമല്ല, തൗറാത്തും ഇൻജീലും സബൂറും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സുഹഫും ഇറങ്ങിയത് പരിശുദ്ധ റമളാനിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ വിശുദ്ധ ഖുർആൻ ഓതേണ്ട സമയങ്ങളാണ്. അതിന് പ്രത്യേകമായ സമയം കണ്ടെത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിൽ ഉംറക്ക് പോകുന്ന ആളുകളുണ്ടാവും. ഫഹനീഅൻ ലക്കും മബ്റൂക്കീൻ. നമുക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ദുആകൾ ഉൾപ്പെടുത്തണം. കാരണം റമളാനിലെ ഒരു ഉംറ ഹജ്ജത്തൻ മഈ, എന്റെ കൂടെ ചെയ്തൊരു ഹജ്ജിന് തുല്യമാണെന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നമുക്കറിയാം, എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ച് സൂര്യൻ ഉദിക്കുന്നവരെ കാത്തിരുന്ന് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് 2 റക്അത്ത് ഇശ്റാഖിന്റെയോ ദുഹയുടെയോ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അവർക്ക് ഉംറ ചെയ്തതിന്റെ കൂലി കിട്ടുമെന്നും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിയുന്ന ആളുകൾക്ക് നോമ്പ് തുറപ്പിക്കുക. ഒരാളെങ്കിലും കൂടെ നോമ്പ് തുറപ്പിക്കുക. എങ്കിൽ നോമ്പ് നോറ്റവന്റെ കൂലി ആൾക്ക് ലഭിക്കും. രാത്രി ഇശാ നിസ്കാരം ജമാഅത്തായി കിട്ടിയാൽ രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി കിട്ടും. സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രിയുടെ പകുതി നിസ്കരിച്ച കൂലി, ഇശാ നിസ്കാരം നിസ്കരിച്ചാൽ രാത്രിയുടെ പകുതിയും. ഈ രണ്ടും കിട്ടിയ രാത്രി മുഴുവൻ അള്ളാഹുവിനെ വേണ്ടി നിസ്കരിച്ചതിന്റെ പുണ്യം ലഭിക്കുമെന്നാണ്. ഖിയാമുൽ ലൈലും തറാവീഹും 20 റക്അത്ത് തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ നിസ്കരിക്കണം. 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും അഭിപ്രായപ്പെട്ടതും ഹദീസുകൾ വിശദീകരിച്ച് വിശകലനം ചെയ്ത് അവർ മനസ്സിലാക്കിയെടുത്തതും 20 റക്അത്ത് എന്നാണ്. ഇൻഷാ അല്ലാഹ് പറ്റുന്നവർ പൂർത്തിയാക്കിയിട്ട് തന്നെ നിസ്കരിക്കണം. അതിലേറെയും ഖിയാമുൽ ലൈലുകളായി 20 വരെ ഒതുക്കേണ്ട. സുബ്ഹിന്റെ മുമ്പായി എഴുന്നേറ്റ് ഖിയാമുൽ ലൈൽ പറഞ്ഞില്ലേ, രോഗം ഇല്ലാതിരിക്കാനും തെറ്റിലേക്ക് പോവാതിരിക്കാനും ചെയ്തുപോയി തെറ്റ് പൊറുക്കപ്പെടാനും അള്ളാഹുലേക്ക് അടുക്കാനും സ്വാലിഹീങ്ങളുടെ ചര്യയുമാണ്. ദഅബുസ് സ്വാലിഹീൻ വമഖറബ ഖുർബത്തുൻ ലില്ലാഹ് വമദ്ഫഅത്തുൻ
മദ്ഫഅത്തുൽ ലിദ്ദാ, ശരീരത്തിന് അസുഖം വരാതിരിക്കാനും തെറ്റുകളിലേക്ക് മുകഫിറാത്തുൽ ലിസ്സയ്യിആ, തെറ്റുകൾ പൊറുപ്പിക്കാനും ഒക്കെ അത് കാരണമാണ്. അതുകൊണ്ട് ഖിയാമുൽ ലൈൽ ഞാൻ ഊന്നി പറയാണ്, അതിനുവേണ്ടി അത് നിലനിർത്താൻ നമുക്ക് എല്ലാവർക്കും പരസ്പരം ദുആ ചെയ്യണം. നമുക്കൊക്കെ വേണ്ടി എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. നമുക്കൊക്കെ അള്ളാഹു ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ തൗഫീക്ക് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് റമളാനിന്റെ സമയത്ത് കാണാൻ പറ്റിയില്ലെങ്കിലും പരിചയപ്പെടാൻ പറ്റിയില്ലെങ്കിലോ നിങ്ങളുടെ ദുആയിലൊക്കെ ഉൾപ്പെടുത്തണം. എല്ലാവർക്കും ഇൻ അഡ്വാൻസ് ഈദ് റമളാനിന്റെ എന്താണ് റമളാൻ കരീം അല്ലെങ്കിൽ റമളാൻ മുബാറക് എന്ന ആശീർവാദങ്ങൾ നമ്മൾ ആശീർവദിക്കുന്നത് തീർച്ചയായും നന്മ ചെയ്യാനുള്ള പ്രചോദനമായിട്ടാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ ജഅൽ ഹാദാ റമളാൻ, ഈ റമളാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മൗസിമ ഖൈറും വതഅത്തിൻ വസദഖത്തിൻ വഇബാദ, ഒരുപാട് നന്മയും ഒരുപാട് സദഖയും ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്യാനുള്ള അവസരമാക്കി തരണമേ പടച്ചവനെ. നമുക്കും മുസ്ലിം ഉമ്മത്തിനും ഒരു അപകടവും ഒരു പ്രയാസവും ഒരു ആപത്തും വിപത്തുകളും ഒന്നും സംഭവിക്കാതെ ആ വിശുദ്ധമായ റമളാനും അതിനുശേഷം വരുന്ന ഈദുൽ ഫിത്റും ഒക്കെ അനുഭവിക്കാനും ആഘോഷിക്കാനും ഒക്കെയുള്ള അവസരം മുസ്ലിം ഉമ്മത്തിന്, പ്രത്യേകിച്ചും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം രാജ്യങ്ങളിൽ അല്ലാഹു തആല ഇതിനൊക്കെ അവസരം അല്ലാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും ദുആ ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത്